നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗ് ഗിയറിന് ഉൾപ്പെടെ സാങ്കേതിക തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് ജിദ്ദ കോഴിക്കോട് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറക്കിയത്. വിമാനത്തിന് ടയറുകൾ പൊട്ടിയിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ്. യാത്രക്കാരെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് മാറ്റുകയും ചെയ്യുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് സിജോ വർഗീസ് ചേർന്നു. സിജോ, യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് എന്നറിയുന്നു. യാത്രക്കാരെ ഇപ്പോൾ കോഴിക്കോട്ടേക്ക് റോഡ് മാർഗമാണോ കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഈ വിമാനത്തിന് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്നത്? നൌഫൽ, ജിദ്ദയിൽ നിന്ന് കരിപ്പൂരിലെത്തേണ്ട വിമാനമാണ് ഈ സാങ്കേതിക തകരാറിനെ തുടർന്ന് നെടുമ്പാശ്ശേരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടിയന്തരമായി ലാൻഡിംഗ് ചെയ്തത്. ഈ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വിമാനത്തിന്റെ 2 ടയറുകൾ പൊട്ടിയ നിലയിൽ കാണപ്പെടുകയും ചെയ്തത്. ഈ യാത്രാമധ്യേ സാങ്കേതിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകിയായിരുന്നു. തുടർന്ന് സിയാൽ അധികൃതർ അതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ യാത്രക്കാരെ അവിടെ നിന്ന് പിന്നീട് വിശ്രമ മുറിയിലേക്ക് മാറ്റി. പിന്നീട് അവരെ ഇപ്പോൾ ബസ് മാർഗം കരിപ്പൂരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? അല്ല, ഞങ്ങൾ ഇന്നലെ 12:30 ശരിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. കുറച്ച് വൈകിട്ട് ഇതാണ് പുറപ്പെട്ടു പോകുന്നത്. പുറപ്പെട്ടു വിടുമ്പോൾ തന്നെ വണ്ടി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സൗണ്ട്, പടപടപടപടാൻ സൗണ്ട്. എന്തിൻ്റെ ഡിവൈഡറിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും കയറി ഇറങ്ങിയിരിക്കുകയാണ് അത് സംഭവം. അപ്പം തന്നെ അത് പൊട്ടിയിരുന്നു. അപ്പോൾ നമ്മളതൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ഒന്ന് പോവുകയും ചെയ്തു. ഇവിടെ എത്താതെ ഇപ്പോൾ ഒരു അരമണിക്കൂർ മുന്നാണ് പറയണത് കോഴിക്കോട് ഇറങ്ങാൻ പറ്റില്ല, ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ എമർജൻസി ലാൻഡിങ് ചെയ്യുകയാണ് പറഞ്ഞു. ഇവിടെ വന്ന് ഇറങ്ങി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നോക്കുമ്പോഴാണ് കാണുന്നത് ടയറ് കുട്ടം പൊട്ടുന്നു. 2 ടയർ, ഒരു ഡ്രമ്മ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവർ അവിടെ നിന്ന് വരണം. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം പ്രശ്നങ്ങളായിരുന്നു അവിടെ. അതിൻ്റെ ഉള്ളിൽ തൽക്കാലം ബസ് തന്നിട്ടുണ്ട്. വല്ലപ്പോൾ എന്താ ചെയ്യണം? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർ പറയുന്നൊരു കാര്യം, വലിയ രീതിയിലുള്ളൊരു ശബ്ദം കേട്ടിരുന്നു എന്ന് തന്നെയാണ്. ഈ അത്തരത്തിൽ ലാൻഡിംഗ് ഗിയറിന് പ്രശ്നങ്ങൾ സംഭവിച്ചു. അതിനുശേഷം പിന്നീട് ടയറുകൾ പൊട്ടിയ നിലയിൽ കാണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുന്നത്. ഇല്ല, അവിടുന്ന് ജിദ്ദന്ന് പുറപ്പെടുമ്പോഴേ ഫ്ലൈറ്റിൻ്റെ ഒരു പൊന്തുന്ന ടൈമിൽ സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് അവർ അതിന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കാലിക്കറ്റിൽ ഇറങ്ങേണ്ടതായിരുന്നു. ആ നേരത്ത് പിന്നെ കൊച്ചിയിലാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ടയറിന് തകരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴാണ് ഇത്രത്തോളം ഇതിൻ്റെ ഗൗരവം അറിയുന്നത്. ഈ ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് അവർ പറഞ്ഞായിരുന്നോ തകരാറുണ്ടായിരുന്നു? പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇവിടെ എത്താൻ നേരത്തെ നമ്മളെ കാലിക്കറ്റിൽ ഇറങ്ങേണ്ടത് 8:45 ഏകദേശം ഒരു 8:30 മണിയാവുമ്പോൾ കൊച്ചിയിലാണ് ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഇന്ന വിഷയമാണ്, ടയറിന് തകരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. നിങ്ങൾ എത്ര യാത്രക്കാർ? 160 യാത്രക്കാരുണ്ട്. എല്ലാവരും അങ്ങോട്ട് പോകേണ്ടവർ തന്നെയാണ്? എല്ലാവരും കാലിക്കറ്റാണ്. കൂടുതലും ഉംറക്കാരാണ്, പ്രായമുള്ളവരാണ്. പിന്നെ എന്താണ് ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം പിന്നീട് ചെയ്ത് കിട്ടിയിട്ടില്ല? ഒരു സൗകര്യവും കാര്യങ്ങളും കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഫുഡ് തന്നു, ബസ് അറേഞ്ച് ചെയ്ത് തന്നു, ബസ്സിന് പോകാമെന്ന് പറഞ്ഞു. അത്ര തന്നെ.